മരണമൊഴി എന്ന് പറഞ്ഞൊരു പേപ്പർ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നെ ദ്രോഹിക്കുന്നവരുടെ കുറേ ആൾക്കാരുടെ പേര് ഇന്ന ആൾക്കാർ കാരണം മാത്രമേ എനിക്ക് മരണപ്പെടാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചു. എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ വനം വകുപ്പിന്റെ ഈ സംവിധാനത്തിൽ നിൽക്കുന്ന ആൾക്കാർ എന്നെ മാനസികമായിട്ട് ദ്രോഹിക്കുന്നു എന്നാണ്. തല അറ്റു പോകുന്നവരെ പ്രതീക്ഷ വയ്ക്കുക. അതിന് എന്തായാലും ആരെങ്കിലും കൊണ്ട് പോകാതിരിക്കത്തില്ല. കാരണം 2 പ്രമാദമായ കേസുകൾ, കൊലക്കേസുകളുടെ താഴ്ചയാണ് ഞാൻ. ഒന്ന് നമ്മുടെ ഉത്തരാ കൊലക്കത്തിൻ്റെ മെയിൻ താഴ്ചയാണ് ഞാൻ. അപ്പോൾ ഞാൻ എപ്പോഴും രാത്രി യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും പ്രതീക്ഷിക്കണ്ടല്ലോ. ടിപ്പറിൽ അറിയാലോ, നമുക്കിന്ന് കേരളത്തിൽ ഒരു പ്രമാദമായ കൊലക്കേസിൻ്റെ താഴ്ചയിലും ജീവിച്ചിരിപ്പില്ല. എനിക്ക് എൻ്റെ ഒരു ആദ്യത്തെ വാർത്ത, എന്നെ ഒരു പത്രത്തിൽ വന്ന വാർത്ത, എന്നെ വാവാ സുരേഷ് ഫ്രീ ആയിട്ട് പാമ്പിനെ പിടിക്കും, പത്രവാർത്ത. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിക്കുന്ന ആൾക്കാരെല്ലാം വാവാസിന് പൈസ കൊടുക്കണ്ട എന്നുള്ള ചിന്തയിലേക്ക് പോയി. അപ്പോൾ അത് മാറ്റിക്കൂടായിരുന്നു? ഇനി മാറ്റാനായിട്ട് ഇനി എന്ത് മാറ്റാൻ, ഇനി കുറച്ചുകൂടി ഇപ്പോൾ 37 വർഷമായിട്ട് കഴിയുന്നുണ്ട് എൻ്റെ ഓർമ്മയിൽ. ഞാൻ 2 ദിവസം റൂമിൽ നിന്ന് വിളിയിറങ്ങില്ല. അറിയാം, എൻ്റെ 5 പൈസ ഇല്ല. അപ്പോൾ തലേദിവസം ഞാൻ വാങ്ങിച്ചു വെച്ച 2-3 ബോട്ടിലിൻ്റെ 1/2 ലിറ്റർ 1/4 ലിറ്റർ വെള്ളത്തിൻ്റെ ബാക്കി, ഒരു ലിറ്ററിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം കുടിച്ച് ഞാൻ 48 മണിക്കൂർ റൂമിൽ നിന്ന് വിളിയിറങ്ങി. അമ്മ ഈ ഇടയ്ക്ക് ഗ്യാസ് കുറ്റി തുറന്ന് വെച്ചിട്ട് കഴിഞ്ഞ 4 ദിവസം ഞാൻ അറിഞ്ഞില്ല. അനിയത്തി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. തലേദിവസം രാത്രി എഴുത്തിൽ തീയിട്ടു. 2022 എനിക്ക് പത്മശ്രീ ഉണ്ടായിരുന്നു. അറിയാം, ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അപൂർവം പേട്ടത്തിൽ പറഞ്ഞു എനിക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചതാണ്. രാത്രി 9 മണി വരെ മോണിറ്ററിൽ പേരുണ്ടായിരുന്നു. 9 മണിയായപ്പോൾ അത് മാഞ്ഞു പോയി. എങ്ങോട്ട് പോയെന്നൊരു പിടിയില്ല. 9 മണിയായപ്പോൾ അത് മാഞ്ഞു പോയിട്ട് തൃശ്ശൂരുള്ള ഒരു പശു വളർത്തുന്ന അമ്മയ്ക്ക് കൊടുക്കും. അപ്പോൾ ചിലർ കൊണ്ടുവരും, പൈസ കൊണ്ട് തരാൻ വരുമ്പോൾ നമ്മളെ കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അവിടെ എവിടെയും കാണാം. അപ്പോൾ ഇത് കൊടുക്കേണ്ട അത് നമ്മളാണെന്ന്. അതാണ് ഏറ്റവും വലിയൊരു അപകടം. ഞാൻ അറിയില്ല, എനിക്ക് ഇപ്പോൾ കൈയിടാൻ സോപ്പ് തന്നാൽ പോലും തിരിച്ചു വാങ്ങിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പാമ്പിനെ പിടിച്ച് കൈ കൊണ്ട് അത് കഴുകി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് അവർക്ക് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് കളയാൻ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് 3-3.5 കോടി രൂപയോളം സേവനം ചെയ്ത ചാരിറ്റി ചെയ്ത ഒരാളാണ്. ആ കൊറോണ സമയത്തൊക്കെ എനിക്ക് തോന്നുന്ന ഒരു 10 ലക്ഷത്തോളം രൂപ എനിക്കുണ്ടായിരുന്നു. കിറ്റുകൾ കിട്ടാത്ത ഇത്ര പാവങ്ങളുണ്ടായിരുന്നു ഉൾനാടുകളിൽ. അവരെ തപ്പി പിടിച്ച് ഞാൻ 100 കിറ്റ് 200 കിറ്റൊക്കെ ഇങ്ങനെ കാറ് പിടിച്ച് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു. എൻ്റെ കിടന്നപ്പോൾ ഒരു തന്നെ 5 പൈസ വാങ്ങിച്ചിട്ടില്ല. ഒരു 10, 12, 13, 14 ലക്ഷം കിറ്റ് ഞാൻ കൊടുത്തു. പലിശക്കെടുത്ത് എന്താ പറയുക, ചാരിറ്റി ചെയ്താണ് ഞാൻ ഇപ്പോൾ ഈ അവസ്ഥയായി. ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയിട്ടാണ് സുരേഷ് ഒരുപാട് കടം ഇപ്പോൾ ആയിരിക്കുന്നത്? ഇവിടുന്ന് വരുമാനം എനിക്ക് വേറെ പാമ്പിൻ്റെ പുറകെ എന്ത് വരുമാനം ഉണ്ട്? എനിക്കൊരു 3 അപകടങ്ങളുണ്ടായി. നടുവിൽ 3 പൊട്ടലുണ്ടായിരുന്നു, ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാനത് തുറന്ന് പറയുന്നത്, ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. എല്ലാവരും ഈ സമയത്ത് എൻ്റെ കുറച്ച് ഇൻകം ഉണ്ടായിരുന്നു. അത് തീർന്നപ്പോൾ എല്ലാവരും പോയി. അടുത്ത 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് നടന്നു. കാരണം വെച്ചാൽ എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ കൈ എൻ്റെ തലക്കേരി. അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ഡെവലപ്പായി വന്ന സമയത്താണ് അടുത്തൊരു അപകടം ഉണ്ടാകുന്നത്. ഒരു ലേഡി ഓടിച്ചുകൊണ്ട് വന്ന് എൽബോർഡ് ഉണ്ടായിരുന്നു. അവർ തെറ്റി വണ്ടി കട്ടിങ്ങിൽ ഇടിച്ച് തിരിച്ചു. അതിലും എനിക്ക് മണ്ടയും പൊട്ടി, മൂക്കും പൊട്ടി, നട്ടെല്ലും മൂന്നും. നടുവിലൊക്കെ ബെൽറ്റിട്ട്, കഴുത്തിലൊക്കെ ബെൽറ്റിട്ട്, ഇതൊക്കെ കോളറൊക്കെ ഇട്ടേക്കുന്നത്. ഞാൻ എല്ലാ ആഴ്ച കാറിൽ വെച്ചിട്ടാണ് കുറിച്ചിൽ പാമ്പിനെ പിടിക്കാൻ പോകുന്നത്. ആ പിടിച്ച് വരുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഇവിടെയൊക്കെ കടിക്കുന്നത്. ആ കടിയാണ് വിവാദമായ കടി. ലോകം ഈ സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വനം വകുപ്പിൻ്റെ ആണെങ്കിൽ സർക്കാരിനാണെങ്കിൽ സർക്കാർ ആളായിരിക്കണം, അതിൽ നിയന്ത്രിക്കേണ്ട വനം വകുപ്പുകാരായിരിക്കും നിയന്ത്രിക്കണം. പക്ഷെ അല്ല, ഇപ്പോഴും മറ്റൊരാളുടെ പേരിലാണ് അതിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓഫീസർമാർക്ക് ഒരു ചുക്ക് പറഞ്ഞുകൂടാ. വനം വകുപ്പ് മന്ത്രിക്ക് അറിയില്ല. ഇപ്പോൾ എല്ലാവരും പറയും വാവാ സുരേഷ് എന്തുകൊണ്ട് കൈകൊണ്ട് പാമ്പിനെ പിടിക്കുന്നത്? എനിക്ക് ഹൂക്ക് പിടിക്കാൻ പറ്റും. എനിക്കത് ആരുടെയെങ്കിലും പറയാം, നിങ്ങളെത്തിയാൽ മാത്രമാണ് ഞാൻ വെറുതെ ഉണ്ടോ? എനിക്കൊന്നും പിടിക്കാൻ പറ്റില്ല. എനിക്കൊരു സാധനം പിടിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ഹൂക്ക് പിടിക്കുന്ന അടുത്ത് കടി കിട്ടുന്നത് നെഞ്ചിലായിരിക്കും, അല്ലെങ്കിൽ നെറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കടി കിട്ടും. എനിക്ക് മടങ്ങത്തില്ല. മേച്ചിരി പണി ചെയ്തു, തെങ്ങ് കയറാൻ പോയി, കിണർ വെട്ടാൻ കൂടെ പോയി, പിന്നെ വെണ്ടുവെട്ടാവിടെ പോയി, പിന്നെ പാറ ചുമ്മാനുള്ള ഞാൻ ഒരു സമയം നടന്ന് അന്വേഷിക്കുക. എൻ്റെ നാട്ടിൽ തന്നെ രാത്രി പോലും ഞാൻ ജോലി ചെയ്യാതിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് 30 വർഷം കൊണ്ട് കൊണ്ടുവന്നൊരു ഫീൽഡിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. സുരേഷ് ഏട്ടാ, സ്വാഗതം. ഒരു സൈഡിൽ ഒരുപാട് ആൾക്കാർ സുരേഷ് ഏട്ടനെ സ്നേഹിക്കുന്നുണ്ട്, ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷേ ഇപ്പൊ ചേട്ടൻ പറയുന്നത് അതേപോലെ തന്നെ വേറൊരു സമൂഹം ചേട്ടനെതിരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ചേട്ടനെതിരെ സംസാരിക്കുക, ചേട്ടനെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് അറിയാം. വനം വകുപ്പ് എന്നുള്ളത് സർക്കാർ സംവിധാനമാണ്. ഈ സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് അദ്ദേഹം നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാത്തത്. ഒരാളിൻ്റെ പേര് സർക്കാർ സംവിധാനം. നമ്മളിപ്പോൾ GST അടയ്ക്കുന്നു, എന്താ ആരുടെ പേരിലാണ് അടയ്ക്കണേ? ആരെങ്കിലും പേരിലാണോ ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? സർക്കാരിൻ്റെ പേരിലല്ലേ? ഇത് ഞാൻ ചോദ്യം ചെയ്തിട്ട് ഞാൻ നിയമസഭയിൽ പെറ്റീഷൻ കമ്മിറ്റിയിൽ പരാതി കൊടുത്തിരുന്നു നേരത്തെ. ഈ സർപ്പം എന്ന ആപ്പിൽ ഒരു കാരണവശാലും ലോക്കൽ ആൾക്കാർ പാടില്ല. വനം വകുപ്പിൻ്റെ ആണെങ്കിൽ സർക്കാരിനാണെങ്കിൽ സർക്കാർ ആളായിരിക്കണം, അതിൽ നിയന്ത്രിക്കേണ്ട വനം വകുപ്പുകാരായിരിക്കും നിയന്ത്രിക്കുന്നത്. പക്ഷെ അല്ല, ഇപ്പോഴും മറ്റൊരാളുടെ പേരിലാണ് അതിരിക്കുന്നത്. ഇനി ചോദിക്കട്ടെ, ഈ നമ്മൾ ഈ പാമ്പ് പിടിക്കുന്ന സഞ്ചിയും ഹൂക്കും 3000 രൂപയ്ക്ക് വാങ്ങി വനം വകുപ്പ് സർക്കാരിൻ്റെ പൈസ എടുത്ത് വാങ്ങി ഈ പാമ്പിനെ പിടിക്കാൻ പോണവർക്ക് കൊടുത്തിരിക്കുന്നത് എന്തിൻ്റെ കേടായത്? എനിക്ക് അറിയേണ്ടത് വേറെ. ഈ ഇന്ത്യയിൽ പാമ്പിനെ പിടിക്കുന്നു, ഓക്കെ, പിടിക്കുന്ന പാമ്പിൾ എവിടെ വിടുന്നു എന്ന് പറഞ്ഞ പോളിസി ഉള്ള ഒരു സംസ്ഥാനമേ ഉള്ളൂ. ഇത്രയും പാമ്പുകൾ കേരളത്തിൽ പിടിക്കുന്നു, എവിടെ പിടിച്ചാലും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പാമ്പിനെ റിലീസ് ചെയ്യാനെന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുപോകുന്നു. ഗ്രൂപ്പിൽ വന്ന ഫോട്ടോ, ഒരു മരച്ചെടിയുടെ മുകളിൽ ചാക്ക് വെച്ചിരിക്കുന്നു.
ആ ചാക്കിൻ്റെ ഫോട്ടോ എവിടെ റിലീസ് ചെയ്യും, അവൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള പറമ്പിൽ കാടെന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് ഫോട്ടോ എടുത്തു. അതേ പാമ്പിനെ വേറൊരു ചാക്കിൻ്റെ അതേ ചാക്കിനെ കൊണ്ട് വേറൊരു പറമ്പിൽ ഒരു മരത്തിനെ മുട്ടിക്കൊണ്ട് ഇവിടെ റിലീസ് ചെയ്യും, ഞങ്ങൾ ഇത്രയും പാമ്പ് ഇവിടെ റിലീസ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു സാധനങ്ങളായിരുന്നു. ഇങ്ങനെ എന്താ നടക്കണേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത് ഞാൻ ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എന്നെ തൂക്കിക്കൊല്ലാനൊന്നും നിയമമില്ലല്ലോ. ഞാൻ ആരെയും രഹസ്യം അന്വേഷിക്കാൻ പോകുന്നില്ല, ഞാൻ ആരെയും മറ്റൊന്നിന് പറയാൻ പോകുന്നില്ല. ഇതൊക്കെ ഞാൻ നിൽക്കുന്ന മേഖലയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു, ആൾക്കാർ എനിക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഞാനത് എല്ലാം കളക്ട് ചെയ്തു. എൻ്റെ മൊബൈൽ ഫുള്ള് റെക്കോർഡാണ്. ഒരുപാട് സാധനങ്ങളുണ്ട് എൻ്റെ ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഓരോരുത്തർ പാമ്പ് കയ്യിൽ നിൽക്കുന്നത്. അവിടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അല്ല, ഈ പാമ്പോട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. അല്ലാതെ മറ്റേ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എൻ്റെ പാമ്പോട്ട് ബന്ധപ്പെടുന്ന കാര്യം ഞാൻ അന്വേഷിക്കും ഇതായിരുന്നു. അപ്പോൾ ഈ എതിര് നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഈ ആപ്പിൻ്റെ അടുത്ത് ഇന്നും ഞാൻ എതിരാണ്. ഞാൻ പെറ്റീഷൻ കമ്മിറ്റി പരാതി കൊടുത്തത് ഇതാണ്. ആപ്പ് ഒരാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വനം വകുപ്പിൻ്റെ സർക്കാർ സമ്മേളനത്തിൽ ആപ്പ് ഇതൊക്കെ ഓഫീസർമാർക്ക് ഒരു ചുക്കും അറിഞ്ഞൂടാ. വനം വകുപ്പ് മന്ത്രിക്ക് അറിയില്ല, ഓഫീസർമാർക്ക് അറിയില്ല. ഒരാൾ ക്രിയേറ്റ് ചെയ്തൊരു സാധനം അതിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇത് പഠിക്കാൻ വേണ്ടി ഒരു ടീം പുറത്തുണ്ട്, മറ്റേതോ ഒരു സംസ്ഥാനത്ത്. അവരുമായിട്ട് കണക്ട് ചെയ്ത് ഇവർ ലിങ്കായി ഇവിടുത്തെ പാമ്പിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് പഠിക്കാം. ഇതുവഴി ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അവിടെ ചെല്ലുന്നു. ഇത് ഈ പൊട്ടന്മാർക്ക് അറിയില്ല, ഇവർക്കറിയില്ല. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തി പിടിക്കുന്ന പാമ്പുകളുടെ ഡീറ്റെയിൽസ് മറ്റൊരാളുടെ ഡാറ്റാസ് കിട്ടുന്നത്. ഇതൊക്കെയാണ് ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട്, ഒരാളിൻ്റെ പേരിൽ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസമുള്ള നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ചേട്ടന്റെ മുമ്പിൽ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം ചേട്ടൻ ഇനിയും മുന്നോട്ടും പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിമിഷം വരെ തല അറ്റ് പോകുന്നവരെ പ്രതിഷേധിക്കുക. അതിന് എന്തായാലും ആരെങ്കിലും കൊണ്ട് പോകാതിരിക്കത്തില്ല. കാരണം 2 പ്രമാദമായ കൊലക്കേസുകളുടെ സാക്ഷിയാണ് ഞാൻ. ഒന്ന് നമ്മുടെ ഉത്തര കൊലക്കേസിൻ്റെ മെയിൻ സാക്ഷിയാണ് ഞാൻ. അപ്പോൾ ഞാൻ എപ്പോഴും രാത്രി യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും പ്രതീക്ഷിക്കണ്ടല്ലോ. ടിപ്പറിൽ വന്ന് അറിയാമല്ലോ, നമുക്കിന്ന് കേരളത്തിൽ ഒരു പ്രമാദമായ കൊലക്കേസിൻ്റെ സാക്ഷികളും ജീവിച്ചിരിപ്പില്ല, ഒരാളും ജീവിച്ചില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം വന്ന് എന്തായാലും നാളെ ആയാലും മരിക്കണം, പാമ്പ് അടിച്ചിട്ടായാലും മരിക്കണം, എന്തായാലും മരിക്കും. അതുപോലെ തന്നെ പേടിച്ച് ഭൂമിയും ജീവിക്കത്തില്ല. എന്തിനാണ് എല്ലാവരും ഇത്രയധികം വാവ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പിന്നാലെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ദ്രോഹിക്കുന്നത്? എന്തിനാണ്? സുരേഷ് ഏട്ടൻ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ എന്തേറെ സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ പറഞ്ഞു, പാമ്പിനെ പിടിക്കുന്നിടത്തുനിന്നൊന്നും പൈസ എണ്ണിപ്പോലും വാങ്ങിയിട്ടില്ല. ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ശരിക്കും ഇതൊക്കെ ഈ ഒരു താങ്കളുടെ കഴിവ് വിറ്റ് തന്നെ ശരിക്കും എത്രയോ പൈസ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇതൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുമ്പോൾ എന്തിനാണ് എല്ലാവരും സുരേഷിനപ്പം ഇങ്ങനെ എതിർക്കുന്നതെന്ന് ചിന്തിച്ചിട്ടില്ലേ? ഇനി നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയല്ലേ, ഞാനൊരു വീട് പറഞ്ഞില്ല ഒന്ന് പോകാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. പുള്ളിയാനർക്കോട്ട് പറഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു കേട്ടോ. നിങ്ങളെന്നെ പൊക്കി പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ ആരും പറയാം, എന്നെ എപ്പോഴും തുളയ്ക്കാൻ എല്ലാവരും പറയാറുള്ളത്, അപ്പോൾ രോമാഞ്ചം ഉണ്ടാകും. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഒരു വീടുണ്ട് തൊട്ട് മേളിൽ പുള്ളിയാനർക്കോട്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഒരു 4-5 മാസങ്ങൾക്ക് മുന്നേ ഒരു പാമ്പ് വരുന്നു. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ നാട്ടിലില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ അവർ വേറൊരാളിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പോയി പാമ്പിനെയൊക്കെ പിടിച്ചു. വീഡിയോ ഒക്കെ പറയുന്ന വോയിസൊക്കെ എനിക്ക് കേൾപ്പിച്ചത്. എൻ്റെ വിഷയങ്ങളല്ല. അമ്മയും പേടിച്ചിരിക്കുന്നുണ്ടോ, ഇരട്ട തല ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇവിടെ പാമ്പിൻ്റെ സാന്നിധ്യം കുറവെന്ന പാവം തോന്നിയിരിക്കും താഴെ. അപ്പോൾ പോയി പിടിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇതൊക്കെ ഇപ്പോൾ എത്ര ചോദിച്ചാൽ പറഞ്ഞു 5500 രൂപ വേണം. 5500 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയായിട്ട് അത് 5000 വാവ സുരേഷൻ അങ്ങനെ അത് എനിക്കറിയില്ല. എനിക്ക് 5000 എനിക്കിത് പിടിച്ചാൽ മാത്രം പോലെ എന്നെ കൊണ്ട് അവിടെ വിടണം, ഇവിടെ വിടണം, എൻ്റെ തൊട്ടപ്പുറത്തുകൊണ്ട് അവിടെ കൊണ്ടുവിടണം. അവിടെ കൊണ്ടുവിടണം. പരാതികൾ എത്ര പരാതി വന്നു. ആളിനെ പിടിക്കാൻ വേണ്ടി ഞാൻ 3 മാസം രാത്രി വെളുക്കൊളുക്ക കാട്ടിനകത്ത് പോയി കിടന്ന് കൊണ്ടുവിടുമ്പോൾ പിടിക്കാൻ വേണ്ടിയാണ്, കിട്ടിയില്ല. ആ വീട്ടിൽ അവർ 4500 പാവങ്ങളായിരുന്നു, 4500 കൊടുത്തു. ആ വീട്ടിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു പാമ്പിനെ പിടിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഫോട്ടോയൊക്കെ കാണിച്ച് എമൗണ്ട് പറഞ്ഞു. ഞാൻ കിട്ടും 5000 വാങ്ങിച്ചോ. അപ്പോൾ അവരെൻ്റെ മുഖത്ത് കിട്ടി 5500 ചോദിച്ചു, 4500 കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ നിങ്ങൾ 500 രൂപ തരില്ല എന്ന് പറഞ്ഞു. അവർ ഈ വീഡിയോ എന്തായാലും അവർ കാണും. എനിക്കാണെങ്കിൽ നിങ്ങൾ 500 രൂപ തരില്ലെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് 300 രൂപ തന്നത്. ഇതും കഴിഞ്ഞ് പോയിട്ട് എനിക്ക് 300 രൂപ എൻ്റെ പോക്കറ്റിൽ കൊണ്ടുവച്ചത്. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം ഞാൻ ചോദിക്കില്ല, ബാർഗിൻ ചെയ്യില്ല എന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് അവരങ്ങനെ ചെയ്തു. എൻ്റെ മാഡത്തിന് അറിയാം, എനിക്ക് ഇന്നും പല സ്ഥലങ്ങളിലും പോയാലും GP ഉണ്ട്. GP നമ്പർ പലരും ഇപ്പോൾ കാണുന്നവർ കണ്ടിട്ട് എനിക്ക് പ്രശ്നമില്ല. പലരും എനിക്ക് പൈസ ഇട്ട് തരാറില്ല. എനിക്ക് 1000 രൂപ 2000 രൂപ വണ്ടി കൂലി ചിലർ ഞാൻ വിളിച്ച് ചോദിക്കും, അങ്ങോട്ടും ചോദിക്കാം. ചിലപ്പോൾ തീരെ നിവൃത്തിയില്ല. ഞാൻ നിങ്ങൾക്ക് മാഡത്തിന് ഞാൻ ഈ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു 10 ദിവസം 15 ദിവസം മുന്നേ ഞാൻ 2 ദിവസം റൂമിൽ നിന്ന് ഇറങ്ങില്ല. അറിയാം, എൻ്റെ 5 പൈസ ഇല്ല. അപ്പോൾ തലേ ദിവസം ഞാൻ വാങ്ങിച്ചു വെച്ച 2-3 ബോട്ടിലിൻ്റെ 1/2 ലിറ്റർ 1/4 ലിറ്റർ വെള്ളത്തിൻ്റെ ബാക്കി, ഒരു ലിറ്ററിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതെല്ലാം കുടിച്ച് ഞാൻ 48 മണിക്കൂർ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. എൻ്റെ പൈസ 5 പൈസ. എനിക്ക് പാമ്പിൻ്റെ കോളം വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു ശാരീരിക പ്രശ്നങ്ങൾ, നടുവേദനയൊക്കെ വന്ന് ഞാൻ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് വെളിയിറങ്ങണം. അറിയാമോ, ആളുകളായിരിക്കും വാവാസിരി പളവ ഈ ഷർട്ടെന്ന് എനിക്ക് ആരോ വാങ്ങി തന്നാണ്. ഞാൻ വാങ്ങിയ ഷർട്ട് പോലും, ഈ പാൻറ്റ് പോലും ഞാൻ വാങ്ങിയത്, ഈ ഷൂ പോലും ഞാൻ വാങ്ങിയതല്ല. ഇതൊക്കെ എനിക്ക് ആരോ വാങ്ങിത്തരണം. ഇതിട്ടാണ് ഞാൻ നല്ലത്. ഇത് നടക്കുമ്പോൾ പളവള ഇട്ട് കിടക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് വെച്ചാൽ വാവാസുരേണ്ടിൽ പൂത്ത കാശാണെന്നാണ് വിചാരിച്ചത്. എൻ്റെ അച്ഛനിപ്പോൾ RCC ആയിട്ട് കിടന്നപ്പോൾ മരണപ്പെട്ടിട്ട് 1 വർഷം ആയില്ല, 8 മാസം 9 മാസമേ ആയിട്ടുള്ളൂ.
ഞാൻ ഒരുപാട് 3.5 കോടി രൂപയോളം സേവനം ചെയ്ത ചാരിറ്റി ചെയ്ത ഒരാളാണ്. ഇപ്പോഴത്തേന് 3.5 കോടിയിലേറെ. എനിക്ക് ഈ കൊറോണ സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ എനിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏകദേശം 3-4 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കൗമുദിയുടെ പ്രോഗ്രാമിൻ്റെ അവർക്ക് യൂട്യൂബ് വന്നപ്പോഴേ ഞാൻ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ മത്സരിക്കേണ്ടത് എല്ലാം ഒന്നല്ലേ എന്ന് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ ഞാനാകുമ്പോൾ എനിക്ക് മാത്രമേ കിട്ടൂ. അതാകുമ്പോൾ അവിടെ എത്ര സ്റ്റാഫുകൾ ജീവിക്കും. അതുകൊണ്ട് ഞാനത് ഇതങ്ങ് മാറിക്കൊടുത്തു. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാനങ്ങ് മാറിക്കൊടുത്തു. അതിൽ എനിക്ക് അവസാനം കൊറോണ സമയത്തൊക്കെ എനിക്ക് തോന്നുന്ന ഒരു 10 ലക്ഷത്തോളം രൂപ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയി. എൻ്റെ വണ്ടി ഒരു പോലീസും തടഞ്ഞില്ല. അത് ഞാൻ പോലീസിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ കൊറോണ സമയത്ത് 14 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി ഇത്രയും ജില്ലകളിൽ ഞാൻ സഞ്ചരിച്ചു. അവിടെ പോയിട്ട് കിറ്റുകൾ കിട്ടാത്ത ഇത്ര പാവങ്ങളുണ്ടായിരുന്നു എന്നറിയാം. ഉൾനാടുകളിൽ അവരെ തപ്പി പിടിച്ച് ഞാൻ 100 കിറ്റ് 200 കിറ്റൊക്കെ ഇങ്ങനെ കാറ് പിടിച്ച് ഞാൻ അവിടെ കൊണ്ടുകൊടുത്ത് എൻ്റെ കിടന്നപ്പോൾ ഒരുത്തൻ്റെ 5 പൈസ വാങ്ങിച്ചിട്ടില്ല. ആ സമയത്ത് എൻ്റെ സ്വന്തം പൈസന് ഞാൻ ഒരു 10, 12, 13, 14 ലക്ഷം കിറ്റ് ഞാൻ കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. ഇത്രയൊക്കെ ആയിട്ടും സുരേഷ് ചേട്ടാ, അച്ഛൻ മരിച്ചു, അമ്മയും സിസ്റ്ററും പിന്നെ ബ്രദേഴ്സ് അല്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചേട്ടൻ ഇത്രയും നാളായിട്ടും ഒന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല. ചോദിച്ചു വാങ്ങാത്തപ്പം ആൾക്കാരും അറിഞ്ഞു കണ്ട് തരുന്നുമില്ല. ഇനിയെങ്കിലും ചേട്ടൻ ഇതെല്ലാം മനസ്സിലാക്കി ചേട്ടനും മുന്നോട്ട് ജീവിക്കണം അല്ലേ? ചേട്ടനും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇനിയാണെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് ഇത്ര വേണം എന്ന് ചോദിച്ചു വാങ്ങാൻ എന്തിനാ മടിക്കുന്നത്? എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എയർ കമാൻഡിങ് ഓഫീസർ എബി ജേക്കബ് എന്ന സാറിൻ്റെ വിങ് കമാൻഡിങ് ഓഫീസർ, അദ്ദേഹം ആസാമിലായിരുന്നു. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ജോലി ശരിയാക്കിയതാണ് എയർപോർട്ടിൽ. ആസാമിൽ ഗോവട്ടിയിൽ പോസ്റ്റിംഗ് ഒക്കെ ആക്കി എല്ലാം റെഡിയാക്കി പുള്ളി തന്നെ ടിക്കറ്റൊക്കെ എടുത്തു തന്നു. അതന്നെ ഞാൻ സമയമായപ്പോൾ ഞാൻ നാട് വിട്ടുള്ളൂ, മുങ്ങിക്കളഞ്ഞു. എന്ന് വെച്ചാൽ എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ജോലിയോട് താല്പര്യം, പണത്തിനോടൊന്നും എനിക്ക് താല്പര്യം. പക്ഷേ എനിക്ക് എന്താ പറയുക, അപ്പോൾ ജീവിക്കാൻ പണത്തിന് പണം വേണ്ടേ? സത്യമായിട്ടുള്ള ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. നമുക്ക് പണമില്ലാത്തവൻ പിണത്തിന് തുല്യം, സത്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് പ്രായമാവും, അമ്മയുടെ കാര്യങ്ങൾ നോക്കണം. പ്രായം. അമ്മ ഇടയ്ക്ക് ഗ്യാസ് കുറ്റി തുറന്നു വെച്ചിരുന്നു. കഴിഞ്ഞ 4 ദിവസം മുന്നേ ഞാൻ അറിഞ്ഞില്ല, അനിയത്തി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. തലേദിവസം രാത്രി എരുത്തിൽ തീ കിട്ടു. അപ്പോൾ തൊഴുത്തിൽ പയ്യ ഉണ്ടായിരുന്നു. ആ തൊഴുത്തിൽ തീ മേളിലോട്ട് പോയെങ്കിൽ വീട്ടിൽ പിടിച്ചെന്നെ, വീട് പോലെയാണ്. അപ്പോൾ അനിയത്തി പെട്ടെന്ന് കണ്ടു അത്. അപ്പോൾ അച്ഛന് RCC ആയിട്ട് കിടന്നു. അത് ഞാൻ ഒരുവിധം കവർ ചെയ്തെല്ലാം നോക്കി റെഡിയായി വന്നു. അപ്പോഴും പലരും എന്നെ സഹായിച്ചു, പലരും കടം വാങ്ങിച്ചേക്കണം. അത് അങ്ങനെ നോക്കി. അച്ഛനിപ്പോൾ എനിക്ക് നോക്കിയിരിക്കണം. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് 1300 ശമ്പളത്തിന് ആൾ വെച്ച് അച്ഛനെ നോക്കി. 6 മാസത്തോളം അച്ഛനെ നോക്കണം. അങ്ങനെയായി. ഇപ്പോൾ അനിയത്തിക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ ആരും കൂടെ പോകാനില്ല. ഒന്നുകിൽ ഞാൻ പോകണം. ഇപ്പം അനിയത്തി കിടന്ന സമയത്ത് അനിയത്തിയുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കി. ഹോസ്പിറ്റലിൽ കൂട്ടിരുന്നതും ശരീരം വൃത്തിയാക്കാനായിരുന്നു എല്ലാം ഞാനായിരുന്നു. ഇപ്പോൾ ഈ 2-3 മാസങ്ങൾക്ക് മുന്നേ ഡയാലിസിസ് സമയത്തൊക്കെ ഞാനായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പുറത്ത് പോയാൽ ഒരു 10 കോളെങ്കിലും പോയാലേ എനിക്ക് 1000 രൂപയെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ കൂലി, എനിക്കൊരു വണ്ടി, സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു, ലോൺ എടുത്ത വണ്ടി. പക്ഷേ അത് ഞാനൊരു 3 വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് പണയം ഇട്ടു. ഇതുവരെ എടുത്തിട്ടില്ല. അത് പോയി കാണാം. അവർ പണയമിട്ട ആൾക്കാർ 3 ലക്ഷം രൂപയ്ക്ക് ഞാൻ പണയം ഇട്ടു. 1 ലക്ഷം രൂപ കൊടുത്തു, പലിശയും കൊടുത്തു. പിന്നെ അതിപ്പോൾ ഞാൻ അന്വേഷിക്കാറില്ല. 3-4 വർഷം അത് പോയി കാണാം. അത് സ്വന്തമായിട്ടുള്ള വണ്ടിയായിരുന്നു. അത് തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ പങ്കജ ഹോസ്പിറ്റലിൻ്റെ നമ്മുടെ സാറിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഡോക്ടർ നമ്മുടെ ഹരീന്ദ്രൻ സാറ് ഒരു വണ്ടി എടുത്തു തന്നു. അതും സ്വന്തമായിട്ടുള്ള പുള്ളിയുടെ പേര് തന്നെയാണ്, ലോണുണ്ട്. അപ്പോൾ അത് എടുത്തു തന്നു. ആ വണ്ടിയാണ് ഇപ്പോൾ 1 മാസങ്ങൾക്ക് മുന്നേ ഇടിച്ചിട്ട് പോയി. ഫുൾ ഇൻഷുറൻസ് ഇല്ലായിരുന്നു, തേർഡ് പാർട്ടിയായിരുന്നു. അപ്പോൾ പണി നമ്മൾ ചെയ്യണം, വണ്ടിക്ക് എന്തെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതൊരു 3 ലക്ഷത്തോളം വർഷാപ്പിൽ കൊണ്ടിട്ടപ്പോൾ കമ്പനിക്കാർ പറഞ്ഞാൽ 3 ലക്ഷം രൂപ കുറഞ്ഞതാവും, 1 ലക്ഷം രൂപ ആദ്യം തന്നാൽ പണി തുടങ്ങാമെന്ന് പറഞ്ഞു. അതങ്ങനെ 1 മാസം അതങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇനി ആ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് വരെ ഓടിക്കൊണ്ടിരിക്കണം. ആ 1 ലക്ഷം രൂപ ഓടി വരുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത ബാധ്യത 2 ലക്ഷമായി. വണ്ടി പണി വരും. ഇങ്ങനെയൊക്കെ ടെൻഷൻ പിടിച്ചൊരു ഓട്ടമാണ്. രാത്രി പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങളെൻ്റെ മുഖത്ത് നോക്കും, ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഇന്നലെ രാത്രി എങ്ങനെ ഇതൊക്കെ ആലോചിച്ച് കിടന്നുറങ്ങിയപ്പോൾ 4:22 കിടന്നത് ഞാനാണ്. ഞാൻ 5:13 പോകണം എന്നുള്ളതാണ്. 5:13 കൃത്യമായിട്ട് പോകണം എന്ന് വെച്ചാൽ ഈ ടെൻഷനല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ കടക്കാർ തിരക്കി വരുമോ, കടക്കാർ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുമോ, ഇങ്ങനെ കുറേ ടെൻഷനുണ്ട്. അങ്ങനെയൊക്കെ ഇനി കടക്കാരൊന്നുമല്ല, ഞങ്ങൾക്ക് എന്താ പറയുക, പാമ്പിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ ആവശ്യം വരുമ്പോൾ ഓടി വിളിക്കുന്നത് വാ സുരേഷ് എന്ന് പറഞ്ഞ് വിളിക്കും. അതേപോലെ സുരേഷേട്ടൻ്റെ ലൈഫിൽ ഒരു ആവശ്യം വരുമ്പോൾ സുരേഷേട്ടൻ ഇതുപോലെ വാ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് അതാരെയാ? ഒരുപാട് ഇപ്പം എന്നെ പണ്ട് പല സാഹചര്യങ്ങളും എനിക്ക് ബുദ്ധിമുട്ട് വന്ന സമയത്തൊക്കെ അറിഞ്ഞ് നമ്മുടെ ഹരിസാറായിരുന്നാലും നമ്മുടെ ഡോക്ടർ സണ്ണി സാറായിരുന്നാലും ഒത്തിരി പേര് എന്നെ സഹായിച്ചു കേട്ടോ. ആ ഒരു സഹായം കൊണ്ട് എനിക്ക് വളരെ ഇപ്പം മുന്നോട്ട് പോകാൻ പറ്റിയത്, അടുത്ത കാലത്തൊക്കെ മുന്നോട്ട്. പക്ഷേ ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ സഹായം കൊണ്ടൊന്നും പറ്റില്ല. ഒരു 4 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ട്, അത് വിറ്റാലേ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇനിയിപ്പോൾ നമ്മൾ 2 ചേട്ടന്മാരുണ്ട്, അവർ രണ്ടുപേരും വലിയ ഏറ്റവും മൂത്തേട്ടന് കല്യാണം കഴിച്ച് മക്കളില്ല. അപ്പോൾ അവരൊരു അവർക്ക് പുള്ളിക്കാരൻ 7 സെൻറ്റ് സ്ഥലം, പുള്ളിക്കാരൻ അവിടെ ഒരു ചെറിയ വീട് വെച്ച് പുള്ളിക്കാരോട് താമസിക്കുന്നു. അതിൻ്റെ നേരെ മൂത്താൾ പാലക്കാട് നിന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ച് പുള്ളിക്കാരന് വലിയ കുഴപ്പമില്ലാത്തതാണ്. അവർ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ 2 മക്കളുണ്ട്. ബാധ്യതയില്ല. പുള്ളിക്കാരൻ നമ്മുടെ കാര്യത്തിലും അച്ഛൻ്റെ കാര്യത്തിലും അമ്മയുടെ കാര്യത്തിലും നോക്കാനൊന്നും പറ്റത്തില്ല. അവർക്ക് അവരുടെ കുടുംബം ഒരു ലൈഫ് മുന്നോട്ടുണ്ട്, അവരുടെ
ബാധ്യതകളല്ല. പിന്നെ ഇതിൽ ഒരു പ്രശ്നമില്ലായിരിക്കണം. എനിക്ക് അനിയത്തിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അനിയത്തിക്ക് വേറെ ബാധ്യതകളില്ല. അവരെ വിചാരം അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനും ഇങ്ങനെ നടക്കുന്നു, അപ്പോൾ എൻ്റെ ഒരു പൂത്ത കാശായിരിക്കും, ഞാൻ എല്ലാം നോക്കുന്നു പറയുക അവരൊക്കെ വിചാരിക്കണം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഒരു തെറ്റിദ്ധാരണകൾ. കുഴപ്പമില്ല, അതൊക്കെ ഞാൻ നടത്തുക. എനിക്ക് ആരോഗ്യം മാത്രം കിട്ടിയാൽ മതി. എന്നാൽ കഴിഞ്ഞ 2025 മാത്രം 2 മാസത്തിനിടയിൽ എനിക്ക് 3 കടികളുണ്ടായി. ആരും അറിഞ്ഞിട്ടില്ല, ഒരു കുഞ്ഞുങ്ങളും അറിയാം. എൻ്റെ ഇവിടുത്തെ കൈമനത്ത് വെച്ചൊരു കടി കിട്ടി, കൈമനത്ത് NSS വെച്ചൊരു കടി, NSS കരകത്തിൽ വെച്ച് കടി കിട്ടി. അത് കഴിഞ്ഞ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു മാസം പോലും ആയില്ല, ഇവിടെ കടി കിട്ടി. ഇതൊരു ഭയങ്കര കടിയായിരുന്നു, ഇവിടെയൊക്കെ പഴുപ്പായിരുന്നു. ഇതെല്ലാം ഞാൻ തന്നെ ആൻറ്റിവനം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ VS മെഡിക്കൽസിൽ പോയിട്ട് സർജിക്കൽ ബ്ലേഡ് വാങ്ങി, സർജിക്കൽ സിസർ വാങ്ങി, ബിറ്റാഡിൻ വാങ്ങി, എല്ലാം വാങ്ങി ഞാനിത് മൊത്തം കയറി ഇതിനകത്തിരുന്ന പഴുപ്പെല്ലാം എടുത്ത്. ഏതെങ്കിലും ഒരു ഡോക്ടർ പറയട്ടെ എനിക്ക് എന്തെങ്കിലും മരുന്ന് എഴുതി തന്നിട്ടുണ്ടെന്നോ, ഇത് അവരാണ് ചെയ്യുന്നത് അവർ പറയട്ടെ. എങ്കിൽ ഞാൻ എന്താ പറയുക, ഞാൻ പാമ്പ് കൊടുത്തല്ല, ഈ വിരൽ ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഏകലുവിൻ്റെ അത് പറഞ്ഞില്ല, ഞാൻ ഇത് വെട്ടി മുറിച്ച് അവരെ മുന്നിലിട്ടു ഒരാളെങ്കിലും. ഇത് ഞാൻ സ്വന്തമായിട്ട് കയറി ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ആരും ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, ഞാൻ ചെയ്തതാണ്. അത് കഴിഞ്ഞൊരു കടി കിട്ടിയത് December 13, December കഴിഞ്ഞ 2025 ഡിസംബറിൽ കിട്ടിയ കടിയായിരുന്നു ലാസ്റ്റ് കിട്ടിയ. അതും ഇങ്ങനെ 3 ഇത് ആരും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഉണ്ടെന്നറിയാം, ആർക്കും ബുദ്ധിമുട്ടാവരുത്, ആർക്കും ശല്യമാവരുത്. അതുകൊണ്ട് ഞാൻ ഡോക്ടർമാരെ വിളിക്കാൻ പറഞ്ഞാൽ ആരോടും പറയണ്ട, ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടെ കിടന്നോട്ടെ. അപ്പോൾ അവരെന്നെ അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വരുമ്പോൾ അഡ്മിറ്റ് ചെയ്യാവുന്ന റൂമുകളുണ്ട്, അവിടെ അതിലോട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് വളരെ സൂക്ഷ്മമായിട്ട് അവരെന്നെ നോക്കി രക്ഷിച്ച് തിരിച്ചു. അതിന് ഒരുപാട് എനിക്ക് ബാധ്യതയുണ്ട്. ഒരുപാട് ഇപ്പം മന്ത്രി വാസവൻ സാറായിക്കോട്ടെ, പഴയ ഡെപ്യൂട്ടി മേയർ PK രാജു സാറായിക്കോട്ടെ, അതുപോലെ എല്ലാ പാർട്ടിയിലും സകല പാർട്ടിയിലുള്ള ആൾക്കാർ എന്നെ സഹായിച്ചു കേട്ടോ, പല രീതിയിൽ. സാമ്പത്തികമായിട്ടൊന്നല്ല, ഒരു അപകടം വരുന്ന സമയത്ത് എന്നെ സഹായിച്ചു. അതിലൊരു തമാശ ഉണ്ടെന്നറിയാം, 2022 എനിക്ക് പത്മശ്രീ ഉണ്ടായിരുന്നു, അറിയാമോ? ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അപൂർവം പേട്ടത്തിൽ പറഞ്ഞു എനിക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചതാണ്. രാത്രി 9 മണി വരെ മോണിറ്ററിൽ പേരുണ്ടായിരുന്നു. 9 മണിയായപ്പോൾ അത് മാഞ്ഞു പോയി, എങ്ങോട്ട് പോയെന്നൊരു പിടിയില്ല. 9 മണി വരെ മോണിറ്ററിൽ ആ പേരുണ്ടായിരുന്നു, എൻ്റെ പേരുണ്ടായിരുന്നു. 9 മണിയായപ്പോൾ അത് മാഞ്ഞു പോയിട്ട് തൃശ്ശൂരുള്ള പശു വളർത്തുന്ന അമ്മയ്ക്ക് കൊടുത്തു. സന്തോഷമില്ല, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള അവസ്ഥ, അതൊക്കെ സന്തോഷം. അന്ന് കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇനി എനിക്കൊന്നും വേണ്ട. ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ചെല്ലുന്ന വീടുകളെല്ലാം 90% പാവപ്പെട്ട വീടുകളായി. 90%, 100% അല്ല, 90%. ഒരു 50 ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടുന്ന് അന്ന് പോങ്ങനാളെന്നൊരു സ്ഥലത്ത് പോയി. പണ്ട് വനമേഖലയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട പാവങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടുന്ന് എനിക്ക് 2000 രൂപ വണ്ടിക്ക് വേണം. ഞാൻ അവരുടെ എന്താ പറയുക, അപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ വിളിച്ചു പറഞ്ഞു, സുരേഷിൻ്റെ GP നമ്പർ ഞാൻ 500 രൂപ ഇട്ടേക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ട, ഈ പൈസ എനിക്ക് വേണ്ട. ഞാൻ വാങ്ങി. പിന്നെ ചില ആൾക്കാർ മനഃപൂർവ്വം എടുത്തുകൊണ്ട് ചിലർ കൊണ്ടുവരും, പൈസ കൊണ്ട് തരാൻ വരുമ്പം നമ്മളെ കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അവിടെ എവിടെയും കാണാം. അപ്പോൾ അയ്യോ കൊടുക്കേണ്ട, അത് നമ്മളാളാണെന്ന് പറയും. അതാണ് ഏറ്റവും വലിയൊരു അപകടം. ഞാൻ അറിയില്ല, എനിക്ക് ഇപ്പോൾ കൈ കഴുകാൻ സോപ്പ് തന്നാൽ പോലും തിരിച്ചു വാങ്ങിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പാമ്പിനെ പിടിച്ച് കൈ കൊണ്ട് അത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് അവർക്ക് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് കളയാൻ പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ അവിടെ തെറ്റായ പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞ എന്തെങ്കിലും തെറ്റായ ധാരണകളായിരിക്കാം. ചിലപ്പോൾ എന്താ പറയുക, കയ്യിൽ വെള്ളപ്പാട കാണുമ്പോഴത്തേക്ക് ഇനി പാമ്പുവിനെ പിടിക്കുന്നുണ്ടായിരിക്കാം, അങ്ങനെ വന്നതെന്ന് ചിലപ്പോൾ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തകളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം മനുഷ്യനെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമുക്കിതിൽ തിരുത്തേണ്ടതുണ്ട്. ഞാൻ ഈ അടുത്തൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ബാത്റൂമിൽ കൊണ്ടുവന്ന പാത്രത്തിൽ വെള്ളം തന്നു. പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന കമൻസ് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പോൾ ഉള്ള നാട്ടിലുള്ള പാവപ്പെട്ട അമ്പല പൂജാരികളെയും നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെയൊക്കെയാണ് അവർ തെറി പറഞ്ഞത്. പക്ഷെ ഒരിക്കലുമല്ല, എന്നെപ്പോലെ സാധാരണക്കാരെ തിരുത്തപ്പെടണം. ഇത് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യണം. കാരണം ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരും എൻ്റെ അടുത്ത് വിവേചനം കാണിച്ചിട്ടില്ല. പക്ഷേ ഇത് കാണിച്ചത് സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരമ്മയാണ്. അമ്മ എന്താ പറയുക, ഒന്നും തോന്നരുത്, അമ്മ പള്ളിയിൽ പോണ അമ്മയാണ്. അമ്മ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ്. ആ അമ്മയാണ് എനിക്ക് വെള്ളം തന്നത്. ആ അമ്മ എന്താ പറയുക, ജാതി പറയല്ല, ഒരമ്മ, അതായിക്കോട്ടെ, ആ അമ്മയാണ് എനിക്ക് വെള്ളം തന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ആ വീഡിയോ അടിയിലൊക്കെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. ചില ആൾക്കാർ എൻ്റെ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞിട്ട് തന്നെ 1000, 2000 തരുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അത് നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ തരുന്ന ആൾക്കാർ. എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ വനം വകുപ്പിൻ്റെ ഈ സംവിധാനത്തിൽ നിൽക്കുന്ന ആൾക്കാർ എന്നെ മാനസികമായിട്ട് ദ്രോഹിക്കുന്നു എന്നുള്ളത്. ഞാൻ ദ്രോഹിക്കുന്നു. പിന്നെ ഞാൻ ഒരു വാർത്തയിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ മരണമൊഴി എന്ന് പറഞ്ഞൊരു പേപ്പർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, എന്നെ ദ്രോഹിക്കുന്നവരുടെ കുറേ ആൾക്കാരുടെ പേരും ഡീറ്റെയിൽ. എനിക്കിപ്പോൾ ഒരു കടി കിട്ടാനോ എനിക്ക് മാനസിക സമ്മർദ്ദം കൊണ്ട് ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്ന് മരണപ്പെടാനോ സാധ്യതയുണ്ടെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് വേറെ ഒരു ടെൻഷനും ഇല്ല. ഇന്ന ആൾക്കാർ കാരണം മാത്രമേ എനിക്ക് മരണപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് ചുമ്മാ പറയുന്നല്ല, ഇവിടെ ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു 7-8 പേരെ പേരുണ്ട് തയ്യാറാക്കി ഞാൻ കറക്റ്റായിട്ട് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട സ്ഥലത്ത്. ഒരു കടി കിട്ടണമെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് കയറി ചെയ്യുന്നത്. പക്ഷേ ഇനി ഒരു കടി കിട്ടുന്നതിന് ഇവരുടെ പോലുള്ള ടോർച്ചറിങ് കൊണ്ട് കടി കിട്ടണമെങ്കിലേ ഉള്ളൂ. മഠത്തിനറിയാമോ, ഞാനൊരു പണ്ട്
2006-ലോ 2007-ലോ മറ്റാണ് ആദ്യമായിട്ട് രാജവമ്പല പിടിക്കുന്നത് 2006-ലാണ്. ഇപ്പോൾ 238 രാജവമ്പല പിടിച്ചു. ഇപ്പോൾ അവരുടെ ക്ലാസ് ആണ് വാവാ സുരേഷിനെ വിളിക്കരുതെന്നാണ് ക്ലാസ് കൊടുക്കുന്നത്. ഇതിലൊരു തമാശ ഉണ്ടെന്നറിയാം. പാമ്പിനെ പിടിക്കുന്ന ഒരു 5 പേരിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ വിജിലൻസിൻ്റെ കേസിലെ പ്രതികളാണ്. പ്രതി എന്ന് പറയുമ്പോൾ കുറ്റം ചെയ്യണം, പക്ഷേ അന്വേഷണത്തിലിരിക്കുന്നവരാണ്. ഈ തിരുവനന്തപുരത്ത് ഒരു പ്രമുഖരായ ഒരു വ്യക്തിയുടെ പേരിൽ 5 കേസുകളുണ്ട്. വനം വകുപ്പിൻ്റെ ജീവനക്കാരായ ഒരാൾക്ക് പാമ്പിനെ പിടിക്കുന്ന ആൾ. ഈ 2020 കല്ലാർ പൈസ തട്ടിപ്പ് കേസിലൊരു പ്രതിയാണ്. പിന്നെ അത് കഴിഞ്ഞൊരു ഇരുതല പാമ്പിനെ കടത്തി എന്ന് പറഞ്ഞൊരു കേസ്, 5 കേസ്. ഞാൻ ആ വീഡിയോ മാഡത്തിന് അയച്ചുതരാം. ഇവരാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. ഞാൻ ഇവരെ ഒന്നും പാമ്പ് പിടിക്കുന്ന ഒരാളിനെ ഞാൻ കുറ്റം പറയാനായിട്ട് ശ്രമിച്ചില്ല. ഒരു പാമ്പിനെ കിണറ്റിൽ നിന്ന് ചാടി പിടിക്കുന്ന ഒരു പയ്യനെതിരെ മാത്രമേ സോഷ്യൽ മീഡിയ ചാനലുകാർ പറഞ്ഞപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് പറയുമ്പോൾ ഇവർ എന്ത് കോപ്രായം കാണിക്കുന്നു, പക്ഷേ അവരെല്ലാം മറ്റുള്ളവരെ കുറ്റം പറയുന്നു. മാഡം ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഞാനൊരു ഗവൺമെൻറ് ജീവനക്കാരനാണ്. അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഞാൻ അരിപ്പയിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നു. എനിക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു കാറിൽ പോയി 1500 2000 രൂപയാണ് അവരന്ന് തരുന്നത്. ഇന്ന് അവരുടെ ചിലവ് എത്രയാണ് എഴുതിയെടുക്കണമെന്ന് അറിയാമോ? എന്ത് ഭീമമായ സംഖ്യയാണ് എഴുതിയെടുക്കുന്നത്? എന്തെങ്കിലും കണക്കുകളുണ്ട്, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്? ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ സത്യമായിട്ട് ഞാൻ പറയാറുള്ളൂ, സത്യം ചെയ്ത് പറയാറുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളായിട്ട് നമുക്ക് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആരെങ്കിലും സഹായിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കുറച്ച് പൈസ വേണം, പക്ഷേ സഹായിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ അവരെ സഹായിക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ കല്യാണത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞു, പറ്റിയില്ല. ഞാൻ വിചാരിച്ചതിനൊക്കെയുള്ള ഞാൻ വിചാരിച്ചൊരു സ്വർണ്ണക്കടക്കാരുടെ പരസ്യം കണ്ടിട്ടപ്പോൾ ഞാൻ അവരെ പ്രതീക്ഷിച്ചു. ഞാൻ പറയും അവർ പറഞ്ഞ് ഇനി വന്നാൽ മതി, കടം സ്വർണ്ണവും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു എൻ്റെ എല്ലാം ജംഗമം എല്ലാം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവരെ സഹായിക്കാൻ പറ്റും. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഒരുപാട് ഇപ്പോൾ പാലക്കാട് നിന്നൊരു കുട്ടിയുടെ കല്യാണത്തിന് സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്. ഇന്നൊരു 7-8 ഇന്നലെ ഒരമ്മ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ലോഡ്ജിലാണ് താമസിക്കുന്നത്, മെഡിക്കൽ. അമ്മ എന്നെ പെട്ടെന്ന് ചായക്കട വെച്ച് കണ്ടപ്പോൾ എന്നെ പെട്ടെന്ന് അമ്മ പൊന്നലൂര് പത്തനാപുരത്ത് അവിടെ എവിടെയാണ് താമസം. അമ്മ പറഞ്ഞു എൻ്റെ മോക്ക് ബോൺമാരെയാണ്, നാളെ ഒരു 20,000 രൂപ ട്രീറ്റ്മെൻറ്റ് വേണം, നാളെ ഇന്ന് നിങ്ങളുടെ ഇരിക്കും, നാളെ എനിക്കത് കൊടുക്കണം. അത് ചെറിയ എമൗണ്ട് ഉണ്ട്, എങ്ങനെയും ഞാൻ ഉണ്ടാക്കി കൊടുക്കും, കൊടുക്കാതിരിക്കത്തില്ല. പലിശയ്ക്ക് എടുത്തിട്ടായിരുന്നു ഞാൻ കൊടുക്കും. പലിശയ്ക്കെടുത്ത് എന്താ പറയുക, ചാരിറ്റി ചെയ്താണ് ഞാൻ ഇപ്പോൾ ഈ അവസ്ഥയായത്. ചാരിറ്റിക്കാർ സഹായിച്ചു വരുന്ന സമയത്ത് ഞാൻ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടിക്ക് വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് ചാരിറ്റി ചെയ്താണ്. ഒരു വിഷ്ണു നമ്പൂതിരിന്നൊരു മോനുണ്ടായിരുന്നു, എൻ്റെ വീടിൻ്റെ അടുത്താണ്. ആ മോനും പെട്ടെന്ന് നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തളർന്ന് വീഴുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് RCCയിലേക്ക് റെഫർ ചെയ്യുന്നു. അപ്പോൾ അറിയുന്നത് നട്ടലിൽ എന്തൊരു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ബോൺമാരെ വച്ചയാണ്. അപ്പോൾ അവർ നേരെ അമൃതയിലേക്ക് പോകുന്നു. 80 ലക്ഷം രൂപ ആണെന്ന് പറഞ്ഞാൽ ഞാൻ 14 ദിവസം കൊണ്ട് ഞാൻ 80 ലക്ഷം രൂപ കളക്ട് ചെയ്ത് കൊടുത്തു. 14 ദിവസം കൊണ്ട് നിസ്സാരമായിട്ട് 14 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത് കൊടുത്തു. ഇത് വാർത്തയായിട്ട് കണ്ട് പിന്നെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു തുടങ്ങി. അപ്പോൾ എനിക്കിത് പോസ്റ്റ് ഇപ്പോൾ ഒരാൾ സഹായിക്കുമ്പോൾ എനിക്ക് എല്ലായിടത്തും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആരെങ്കിലും 5 രൂപ പലിശയ്ക്ക് ആദ്യം വാങ്ങിച്ച് ചെറുത് കൊടുക്കും. കൊടുക്കാൻ വേണ്ടി 6 രൂപ പലിശ കണ്ടെന്ന് ഈ 5 രൂപക്കാർക്ക് കൊടുക്കും. ഇങ്ങനെയായി ചെയ്ത് വലിയൊരു ബാധ്യതയായി മാറി. ഞാൻ എല്ലാ വർഷവും RCC, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു സ്ഥാപനമാണ് RCC, റീജിയണൽ ക്യാൻസർ സെൻറ്റർ. അവിടെ ഒരിക്കലും ഹിന്ദു ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, മുസ്ലിം ഇല്ല, എല്ലാം ഒന്ന് എന്നായിട്ട് ചിന്തിക്കുന്ന ഒറ്റ സ്ഥാപനം അത് മാത്രമല്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അപ്പോൾ അവിടുത്തെ എല്ലാ കുട്ടികൾക്കും ഞാൻ എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോഴോ ആ ഓണത്തിന് ഞാൻ സ്കൂൾ തുറക്കുമ്പോഴേ നമുക്ക് ഞാൻ യൂണിഫോം അതുപോലെ കൊട ബാഗ് ബുക്ക് ആ യൂണിഫോം തയ്ക്കാനുള്ള ഇതെല്ലാം ഞാൻ കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പോൾ പക്ഷേ ഞാൻ പെട്ടു. ഇപ്പം ഞാൻ ചെയ്തൊരു പരുവായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് വാങ്ങിയിട്ടാണോ സുരേഷ് ഒരുപാട് കടം ഇപ്പോൾ ആയിരിക്കുന്നത്? അതല്ലേ ഞാൻ ചെയ്ത് ആർക്കെങ്കിലും പറയാം. വളരെ ഞാൻ പറയും എൻ്റെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അത്യാവശ്യം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വേറെ എന്തെങ്കിലും ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങുന്നത്. അല്ലെങ്കിൽ ചാരിറ്റിക്ക് എന്ന് പറഞ്ഞാൽ വെച്ചാലും തരൂ, ആരും തരത്തില്ല. എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ എനിക്കൊരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ എവിടുന്ന് വരുമാനം? എനിക്ക് വേറെ പാമ്പിൻ്റെ പുറകെ എന്ത് വരുമാനം ഉണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ 3 കോബ്ര, ഒരു ചേര, 4 കേസായിട്ടുണ്ട്. ഇനിയും കേസുകളുണ്ട്. നിങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം വേറെ കേസുകൾ അറ്റൻഡ് ചെയ്യാത്തത്. ഇനി എനിക്ക് ഏകദേശം 5ഓളം കേസ് ഇനി വെയിറ്റിങ്ങിനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേറെ പലർക്കും കണക്ട് ചെയ്തു. കാരണം വെച്ചാൽ എന്നെ വിളിച്ചാൽ ഞാൻ പോകും. കാരണം വെച്ചാൽ ഞാനൊരിക്കലും പണ്ട് ഞാൻ പൈസ ഒന്നും ചോദിച്ചു വാങ്ങത്തില്ല. കാരണം ഇപ്പം ഞാൻ അപൂർവങ്ങളിൽ വാങ്ങും. അല്ലെങ്കിൽ ഈ വണ്ടി ഓടിപ്പോകും. നിങ്ങൾക്കറിയാം, ഒരു വണ്ടി ഓടിപ്പോകണമെങ്കിൽ വണ്ടിക്ക് പെട്രോൾ വേണം, വണ്ടിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി എൻ്റെ സ്വന്തം വണ്ടിയിൽ എനിക്കത് പങ്കജ വസ്തുരിക്കാർ സ്പോൺസർ ചെയ്ത വണ്ടിയാണ്. പുതിയ വണ്ടി, പഞ്ചായിരുന്നു. അത് കഴിഞ്ഞ മാസം ആക്സിഡൻ്റ് ആയി. 3 ലക്ഷം രൂപയാണ്. ഇനി ആ 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കും. ആ 3 ലക്ഷം രൂപ കൊണ്ട് ഞാൻ ഓടിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നം. നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ ബാധ്യതകൾ മാത്രം പറയാനുള്ള ഒരു പ്രോഗ്രാമായി മാറരുത്. അത് വേണ്ട, നമുക്കത് അവിടെ അവസാനിപ്പിക്കാം. അത് ഞാൻ എന്തെങ്കിലും വഴി ദൈവം എന്നല്ല ഞാൻ തേടിയെത്തും നമുക്ക്. പക്ഷേ എന്നാലും സുരേഷ് ചേട്ടാ, എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന പോലെ പാമ്പിനെ കണ്ടു, അല്ലെ പാമ്പിനെ പിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആദ്യം വാവ സുരേഷിനെ വിളിക്കുക എന്നാണ് എല്ലാവരും പറയണത്. അപ്പം അങ്ങനെ ആ ഒരു കാര്യത്തിൽ വളരെയധികം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും കൂടിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഭയങ്കര അധികം ഫേമസ് ആയി അല്ലേ? സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഫേമസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ആ സൈഡ് വഴി ഒരു ഇൻകം വരും.
വരും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ആ ഒരു പൈസ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫേമസ് ആയാൽ ഒബ്വിയസ്ലി അതിൻ്റെ കൂടെ വരുമാനവും വരും എന്നുള്ളതാണ്. പക്ഷെ സുരേഷ് ചേട്ടനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആയിട്ടും ഫേമസ് ആയിട്ടും ഇപ്പം തന്നെ ഇന്നത്തെ ഒരേ ഒരു ദിവസം തന്നെ പല സ്ഥലത്തുനിന്നും ചേട്ടനെ വിളിക്കുന്നുണ്ടെങ്കിലും ചേട്ടൻ എന്തുകൊണ്ട് അപ്പം ഇൻകം പൈസ ഉണ്ടാക്കാൻ പറ്റാത്തത്? ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ ഇൻകം ഇപ്പം ഞാനിത് എനിക്ക് എൻ്റെ ഒരു ആദ്യത്തെ വാർത്ത തന്നെ ഒരു പത്രത്തിൽ വന്ന വാർത്ത തന്നെ വാവാ സുരേഷ് ഫ്രീ ആയിട്ട് പാമ്പിനെ പിടിക്കുന്നു, പത്ര വാർത്ത. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിക്കുന്ന ആൾക്കാരെല്ലാം വാവാസുരേഷിന് പൈസ കൊടുക്കണ്ട എന്നുള്ള ചിന്തയിലേക്ക് പോയി. അപ്പോൾ അത് മാറ്റിക്കൂടായിരുന്നു? ഇനി മാറ്റാനായിട്ട് ഇനി എന്ത് മാറ്റാൻ, ഇനി കുറച്ചുകൂടി ഇപ്പോൾ 37 വർഷമായിട്ട് കഴിയുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. കൃത്യം ഓർമ്മയില്ല, 15, 13, 14 വയസ്സിൽ തുടങ്ങി പൊതുജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം 30 വർഷത്തിലേറെയായി. അപ്പോൾ ഇനി എന്ത് ഇനിയിപ്പോൾ വയസ്സിൻ്റെ 90% കഴിയാറായി. ഇനി നമ്മൾ എന്ത് ഇൻകം ഉണ്ടാക്കണം? എനിക്കിനി വേറൊരു കേസുള്ള വെച്ചാൽ എനിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും വഴി, വല്ല വസ്തു റിയൽ എസ്റ്റേറ്റ് വഴി അങ്ങനെ ആരെങ്കിലും ഞാൻ പണ്ട് വസ്തു ബ്രോക്കറിങ് എനിക്ക് ഉണ്ടായിരുന്നു. അതായത് ആരെങ്കിലും അത്യാവശ്യക്കാർ വന്നാൽ ഞങ്ങളുടെ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു, വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കുന്നു, അങ്ങനെ അതൊന്നും ഞാൻ ചോദിക്കല്ല, അവർ തരുന്ന വാങ്ങുന്നു. അവർക്ക് ഒരു വലിയൊരു എനിക്ക് തോന്നുന്നത് ആറ്റിങ്ങൽ ദാസ് എന്ന് പറഞ്ഞൊരു മുതലാളിക്ക് ഒരു വലിയ വസ്തു കൊണ്ട് കാണിച്ച് എല്ലാം ഡീലിംഗ് ആവുന്നതിൻ്റെ അന്നാണ് എനിക്ക് പാമ്പടിയിട്ട് ഞാൻ ഹോസ്പിറ്റലാവുന്നത്. അപ്പോൾ ഇവർക്ക് ഈ വസ്തു വാങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ അവർ വേറെയുള്ള നാട്ടുകാരെയൊക്കെ കണക്ട് ചെയ്ത് 10-12 പേര് ചേർന്ന് ആ വസ്തു വെക്കുന്ന പിന്നെ എനിക്ക് കിട്ടിയ തുച്ഛമായിട്ടുള്ളൊരു ഇൻകമാണ്. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ എൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും വിശ്വസിച്ചങ്ങ് കേൾപ്പിക്കാം, നിങ്ങൾ വിറ്റിട്ട് നിങ്ങൾ എടുത്തിട്ട് എനിക്ക് പൈസ തന്നാൽ മതി എന്ന് പറയും, നിങ്ങൾ കമ്മീഷൻ തന്നാൽ മതി. അപ്പോൾ അവരെ കഴിക്കുമ്പോൾ അവരെന്നെ അറിയാതെ അവർ വിറ്റ്, അവർ വേറെ ആൾക്കാർ വിറ്റ്, അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് കേസുകളുണ്ടാകുന്നു. പിന്നെ ഇതിൻ്റെ പിറകെ എനിക്ക് കൂടുതലും ടെൻഷൻ എനിക്ക് പാമ്പിനെ പിടിക്കാൻ ഒരു ദിവസം ഒരു 10 കോൾ വന്നില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ, എന്തുകൊണ്ട് വിളിച്ചില്ല, തല്ലിക്കൊന്നോ എന്നുള്ളത്. അല്ലാതെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല. കാരണം എന്നെ വിളിക്കുന്ന ആൾക്കാർ എന്നെ മാത്രമേ വിളിക്കുള്ളൂ. ഒരിക്കലും മറ്റൊരാളെ വിളിക്കാൻ എന്നെ കിട്ടില്ല എന്ന് വിചാരിച്ചാൽ മാത്രമേ വേറെ ഓപ്ഷൻസ് ഉള്ളൂ. ഞാൻ അത്രയ്ക്കാണ് അവിടെ പോയിട്ട് അവരോട്ടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് എന്തെങ്കിലും കുട്ടികളായിട്ടൊക്കെ സംസാരിച്ച് അവർ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോകും. പിന്നെ ഇപ്പോൾ കാട് കയറി കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടി വൃത്തിയാക്കി കൊടുക്കുക, അത് വെട്ടി വൃത്തിയാക്കി പാമ്പിനെ പിടിക്കുക. അപ്പോൾ ജോലി ചെയ്യാൻ എനിക്കൊരു മടിയില്ല. സാധാരണ ആൾക്കാരാണെങ്കിൽ 2 പണിക്കാരെയൊക്കെ വിളിച്ച് ശമ്പളം കൊടുത്താണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഇപ്പോൾ അപൂർവങ്ങളിൽ എനിക്ക് തീരെ വയ്യ. കാരണം വെച്ചാൽ ഞാനിപ്പോൾ എനിക്കൊരു 3 അപകടങ്ങളുണ്ടായി. ഒന്ന്, ഞാൻ പത്തനംതിട്ട മലയാളപ്പുഴ ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു വീട് വിൽക്കാനായിട്ട് ഒരു വാർത്ത കൊടുത്ത സമയത്ത് വീട് കാണാൻ ആൾ വരുമ്പം താഴെ നിന്നൊരു പാമ്പ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വീട്ടിൽ മുന്നോട്ട് പോയാൽ ആര് വന്നാലും അപ്പോൾ ഇവരെന്നോട് ചേട്ടാ ആരോടും പറയാതെ ഇങ്ങനെ സംഭവം എന്നെ പാമ്പിനെ പിടിച്ച് മാറ്റാൻ. അങ്ങനെ ഞാനവിടെ ചെല്ലുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ചെല്ലുന്നു. നാളെ രാവിലെ 11 മണി വരെ ഞാൻ ഒരേപോലെ പണി ചെയ്തു. ആരും അറിഞ്ഞില്ല. റോഡിൻ്റെ സൈഡിൽ താഴെ ഇരുന്ന് മതിൽ പൊളിച്ചൊക്കെ കിട്ടിയില്ല. അത്ര ഞാൻ 11 മണിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ ചേട്ടാ എനിക്ക് ഒട്ടും നിങ്ങൾ ഒരാളിനെ കൂടെ വിളിക്കണം. പുള്ളിക്കാരൻ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്നു. ഈ താഴേക്ക് പൊളിച്ച് മേളിൽ ഇത്രയും ഹൈറ്റിൽ നിന്ന് ഞാൻ താഴെ പൊളിച്ച് 2 സൈഡും പൊളിച്ചിങ്ങനെ വെച്ചു. 2 സൈഡും മതിലാണ്, നടുക്കൊരു കുഴി ഉണ്ടാക്കി വെച്ചു. പാമ്പ് ഇങ്ങോട്ട് പോകാതിരിക്കണം, ഇത് ഇങ്ങോട്ട് ഏരിയ കുറവാണ്. അങ്ങനെ അകത്തിറങ്ങിയിരുന്ന് പൊളിക്കുന്ന സമയത്ത് ഈ വന്ന ആൾ ഈ ഒരു കല്ല് ഞാൻ പിടിച്ച് കെട്ടി വെച്ചു, അതിൽ തൂങ്ങി താഴെ ഇറങ്ങി. ഇതെല്ലാം കൂടെ ഒടിഞ്ഞു വന്ന് എൻ്റെ നട്ടലിൽ കൂടെ 3 പൊട്ടലുണ്ടായിരുന്നു. നടുവിൽ 3 പൊട്ടലുണ്ടായിരുന്നു, ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് നേരെ ആംബുലൻസ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് ഒരു ആംബുലൻസ് പിടിച്ച് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് അഡ്മിറ്റായി. അപ്പം ബെൽറ്റൊക്കെ ഇട്ട് കിടന്നു. അപ്പോൾ ഇപ്പോൾ ബെൽറ്റിട്ട് കിടന്നപ്പോൾ തന്നെ എൻ്റെ ഡോക്ടർ ഞായറാഴ്ച അനങ്ങാതെ കിടക്കണമെന്ന് പറഞ്ഞു. അടുത്ത 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് നടന്നു. കാരണം വെച്ചാൽ എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ കൈ എൻ്റെ തലക്കേരി. എൻ്റെ കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാനത് തുറന്ന് പറയുന്നത്, ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. എല്ലാവരും ഈ സമയത്ത് എൻ്റെ കുറച്ച് ഇൻകം ഉണ്ടായിരുന്നു. അത് തീർന്നപ്പോൾ എല്ലാവരും പോയി. അത് തീർന്നപ്പോൾ ബാങ്കിൻ്റെ കൊണ്ടത് കുറച്ച് പണയം വെച്ച സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇതെല്ലാം തീർന്നപ്പോൾ കൂടെ നിന്നവരെല്ലാം 4 വഴിക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു അപകടം ഉണ്ടായിരുന്നു. പോത്തൻകുടി വെച്ചൊരു ഞാൻ കോട്ടയത്തൊരു ഫാമിനെ എടുത്തിട്ട് തിരിച്ച് വന്ന വഴിക്ക് ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കൊച്ചിനെ ഡിസ്ചാർജ് കൊണ്ട് പോയ ഒരു കാറ് എൻ്റെ കാറിൽ, അത് ഞങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങളെ വഴി കൂടെ വരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള കാറ് ഞങ്ങളെ വഴിക്കൽ ഇടിച്ച് പൊട്ടിച്ച് എൻ്റെ നട്ടിൽ പൊട്ടി 3 പൊട്ടലുണ്ടായിരുന്നു. അത് ഞാൻ കിടന്നു. അത് ഞാൻ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കിടന്നേ പറ്റില്ല, സ്പൈനൽ കോഡിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കിടന്നില്ല. ഞാൻ പിറ്റേന്ന് തന്നെ ഇറങ്ങി. അടുത്ത ദിവസം ഇറങ്ങി ഞാൻ ജോലിക്ക്, ഞാൻ പാമ്പ് പിടിക്കുമ്പോൾ. അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ഡെവലപ്പായി വന്ന സമയത്താണ് അടുത്തൊരു അപകടം ഉണ്ടാകുന്നത്. ഞാൻ അടുത്ത് കോട്ടയത്ത് തന്നെ കഞ്ഞിക്കുഴിയിലേക്ക് ഒരു പാമ്പിനെ പിടിക്കാനായിട്ട് പോകുന്ന സമയത്താണ് എന്താ പറയുക, നമ്മുടെ തട്ടത്ത് മല വെച്ച് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ മുന്നിൽ കൂടെ ഒരു സാൻഡ്രോ അല്ല എനിക്ക് വന്നത് വാഗണറാണെന്നുണ്ട്, ഒരു ലേഡി ഓടിച്ചുകൊണ്ട് പോകുന്ന എൽബോർഡ് ഉണ്ടായിരുന്നു. അവർ കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നു. അവർ ഓടിച്ചുകൊണ്ട് സമയത്ത് കുട്ടികളെന്തോ പുറകിൽ നിന്ന് തിന്നാൻ കൊടുത്തു. പെണ്ണുമ്പോൾ ഇങ്ങനെ തിരിച്ച് കഴിക്കാൻ വാങ്ങിയതാണ് ബാക്കിലേക്ക്. അപ്പോഴത്തെ വഴി തെറ്റി വണ്ടി കട്ടിങ്ങിലിടിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ അതിലിടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിയതാണ്. ഞങ്ങൾ ഇതിലും ഇടിച്ച് ഞങ്ങൾ സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ പോയി. അതിലും എനിക്ക് മണ്ടയും പൊട്ടി, മൂക്കും പൊട്ടി, നട്ടലിൽ 3 പൊട്ടലുണ്ട്. അങ്ങനെ ആ പൊട്ടലിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ സാറുണ്ടായിരുന്നു. ഡോക്ടർ റെസ്റ്റ് എടുക്കണം. ഞാൻ അങ്ങനെ കിടക്കുമ്പോഴാണ് എന്നെ ആലപ്പുഴ നമ്മുടെ കുറിച്ചിന്ന് വിളിക്കുന്നത്, കോട്ടയത്ത് വെച്ച് കെട്ടി വിളിക്കുന്നത്. അവർ വിളിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. ഇന്നലെ ഇടി കിട്ടിയതേ ഉള്ളൂ. ഇന്ന് ഞാൻ കിടക്കുകയാണ്. എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വന്നു, വാസുരേഷൻ സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോഴും ഞാൻ എൻ്റെ കൂടെ അടുത്ത വണ്ടിയിലുണ്ടായിരുന്ന ആക്സിഡൻ്റ് ഉള്ളവരൊക്കെ കൂടെ എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഞാൻ ഒരിക്കലും അവരെ കളഞ്ഞിട്ട് വന്നില്ല. ഞങ്ങളെ വണ്ടി ഇടിച്ച 2 കേസിലും അവരെ എടുത്ത് തന്നെ ആംബുലൻസ് കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്.
അപ്പോൾ ഞാൻ കിടന്നില്ല, ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വരാമെന്ന്. ഇന്നലെ ഇടിച്ചേ ഉള്ളൂ, പൊട്ടി 6 ആഴ്ച കിടക്കണമെന്ന് പറഞ്ഞു. ഒരു 6 മാസം എനിക്ക് സ്പൈനൽ കൊണ്ട് കംപ്ലയിൻ്റ് ഉണ്ടോ, ഞാൻ റെസ്റ്റ് എടുത്തില്ല. ഞാൻ പിറ്റേന്ന് തന്നെ കോട്ടയത്തേക്ക് പാമ്പിനെ പിടിക്കാനായിട്ട് പോകുന്നു. ആ പോണ വഴി ചെന്ന് ഇറങ്ങുമ്പോഴാണ് ഈ ബെൽറ്റെല്ലാം ബെൽറ്റ് നടുവിലൊക്കെ ബെൽറ്റ് ഇട്ട്, കഴുത്തിലൊക്കെ ബെൽറ്റ് ഇട്ട്, ഇതൊക്കെ കോളറൊക്കെ ഇട്ടേക്കുന്നത്. ഞാൻ എല്ലാം അഴിച്ച് കാറിൽ വെച്ചിട്ടാണ് കുറിച്ചിയിൽ പാമ്പിനെ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് അതിനെ പിടിച്ചിങ്ങനെ നൂരുമ്പോഴാണ് ഈ നടുവിൽ വേദന വലിഞ്ഞായിട്ട് അനുഭവപ്പെട്ടത്. ഞാൻ മെഡിസിനൊന്നും കഴിച്ചു, പെയിൻ കില്ലറെല്ലാം എഴുതിയിട്ടൊന്നും കഴിച്ചു. ആ പിടിച്ച് വരുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഇവിടേക്ക് കടിക്കുന്നു. ആ കടിയാണ് വിവാദമായ കടി ലോകം. പക്ഷേ ഒരു കാര്യമുള്ളൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു ടീമുണ്ട്, സർപ്പ എന്ന് പറഞ്ഞ ടീം. നമ്മൾ തമ്മിലിപ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ 4 ദിവസങ്ങൾക്ക് പിന്നെ കുറിച്ചിയിലൊരു കോട്ടയത്തൊരു പാമ്പ് പിടുത്തക്കാരന് കടി കിട്ടി. 5 വർഷം കൊണ്ട് 0 ബൈറ്റ് പോളിസി എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു സംവിധാനമാണ്. 118 പേർക്ക് കടി കിട്ടി. മാഡത്തിനറിയാമോ, ഞാൻ ലോകത്തിലാദ്യമായിട്ട് വനം വകുപ്പിനും ഫയർഫോഴ്സിനോ നമ്മുടെ പോലീസിനോ ആർമിക്ക് വരെ ട്രെയിനിങ് കൊടുത്ത ആളാണ്. വേൾഡിലൊന്ന് അന്വേഷിച്ചു നോക്കും. 2006 ആദ്യമായിട്ട് വനം വകുപ്പിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത്. പാമ്പുകളെ പിടിക്കാൻ ട്രെയിനിങ് തുടങ്ങും ഞാനാണ് തുടങ്ങിയത്. ഒരാളിനും ഇന്ന് വരെ കടി കിട്ടിയിട്ടില്ല. ഇന്ന് വരെ ഞാൻ കൊടുത്ത ഒരാളിനും കടി കിട്ടിയില്ല. പക്ഷേ അതേസമയം 0 ബൈറ്റ് പോളിസി നമ്മൾ എന്നെ പൂട്ടിക്കെട്ടാൻ വേണ്ടി നടക്കുന്നവർക്ക് കിട്ടിയത് 118 കടികളാണ്. മരണം ഉണ്ടല്ലോ, അറിയാം, മരണം അതിദാരുണമായിട്ടൊരു മരണം നടന്നിട്ടില്ല. ഈ പാലത്തെ ചെറുപ്പക്കാരൻ കാട്ടിൽ വെച്ച് പാമ്പടിയിട്ട് വന്നപ്പോൾ പിടിച്ച പാമ്പിനെ തുറന്നുവിടാൻ പോയത്. ഈ പിടിച്ച പാമ്പുകളെ കൊണ്ട് തുറന്നുവിടാണ് കടി കിട്ടുന്നത്. പറയാൻ പാടില്ല, എന്താ ഞാൻ പറയും. ഇപ്പോൾ ഞാൻ ഈ ഇത്രയും ചുരുക്കി പറയുന്നത്, ഞാൻ ഇതിന് മുന്നേ ഈ സർപ്പ എന്ന ആപ്പിൻ്റെ ഓണറുടെ പേര് പറഞ്ഞപ്പോൾ ഓണർ എന്നെ വിളിച്ചില്ല. എൻ്റെ കൗമുദിയുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം, അതറിയില്ല, 1000 ചില്ലുവാണ് എപ്പിസോഡായ ഒരു പ്രോഗ്രാമാണ്. വേറെ എന്താ, എൻ്റെ മനസ്സിൽ വെച്ച പ്രോഗ്രാമാണ്. അതുപോലെ വനം വകുപ്പിൻ്റെ നമ്മളെ ജംഗിൾ ട്രെയിനിങ് സമയത്ത് ആർമിക്ക് ട്രെയിനിങ് കൊടുത്ത ഞാനാണ്. നമ്മളെ കുളത്തൂപ്പുഴ ചോഴിയക്കോട് വെച്ച്. അത് കഴിഞ്ഞ് ഏറ്റവും ഫേമസ് ആയ പോലീസിൻ്റെ കരുത്തട്ട സംഘടനയാണ് നമ്മുടെ തണ്ടർ ബോൾട്ടിന് എന്താ പറയുക, സ്ക്വാഡാണ്. തണ്ടർ ബോൾട്ടിന് നമ്മുടെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ SIP വെച്ച് ട്രെയിനിങ് കൊടുത്ത ആളാണ് ഞാൻ. അങ്ങനെ ഒരുപാട് കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഏകദേശം എനിക്ക് തോന്നുന്നത് 1000കണക്കിന് അവയർനെസ് ക്യാമ്പുകൾ ചെയ്തു. അതുപോലെ ചെന്നൈയിൽ മലയാളി അസോസിയേഷൻ്റെ പരിപാടിയിൽ ക്ലാസ് കൊടുത്തു, മഹാരാഷ്ട്രയിൽ കൊടുത്തു, കർണാടകത്തിൽ കൊടുത്തു, പിന്നെ ഡൽഹിയിൽ കൊടുത്തു, ഇതൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകത, ഇപ്പോൾ എന്നെ പൂട്ടണമെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ശ്രമിക്കും. അതെന്താണ് അതിൻ്റെ, ഇപ്പം മാഡം പറഞ്ഞ കണക്ക് എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, എന്നെ സ്നേഹിക്കുന്നു, ഞാൻ കാശ് കൊടുത്തിട്ടല്ല. നിങ്ങളെ പണ്ടൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ആളുകൾ കാശ് കൊടുത്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഒരു ചായ പോലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറഞ്ഞ ഒരു മെഡിയേഷനും ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. അവർ വാങ്ങിത്തന്നാൽ ഞാൻ കുടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് എന്തോ കാശ് കൊടുത്ത് കിട്ടും പോലെയാണ് സ്നേഹം. ഒരിക്കലുമല്ല. നമ്മൾ അങ്ങോട്ട് ആൾക്കാരടുത്ത് എങ്ങനെ ഇടപഴകുന്നുവോ അവർ തിരിച്ച് ഇങ്ങോട്ട് അതുപോലെ ഇടപെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും വെച്ചാൽ ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞാൽ അവർ പാടാ എന്ന് പറയും. ഇതല്ലേ സംഭവിക്കുക. നമ്മളെല്ലായിടത്തും ഞാൻ എല്ലാവരും സ്നേഹത്തോട് പെരുമാറുന്നു. അപ്പോൾ ആൾക്കാർ എന്നെ പാമ്പിനെ പിടിക്കാൻ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവരെന്നോട് സ്നേഹം കാണിക്കുന്നു. മറ്റൊരാൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നത്, അവർ ആദ്യം അവരെ പേടിപ്പിക്കും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പാമ്പ് വന്നു, ഒരാളിനെ വിളിക്കാൻ പറയും, മൊബൈലൊന്നും എടുക്കരുത്, വീഡിയോ ഒന്നും എടുക്കരുത്, അങ്ങോട്ട് മാറിയിക്കാൻ പറയും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളെ വീട്ടിലൊരു പാമ്പ് വന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ആരാ പറഞ്ഞത്? നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു പാമ്പിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആരാ പറഞ്ഞത്? ഒരു നിയമവും ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീഡിയോ, കാട്ടിനകത്ത് അതിക്രമിച്ച് കയറി വീഡിയോ ഫോട്ടോ എടുത്ത് അസുഖമായിട്ട് നിൽക്കുന്ന പാമ്പ്, നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നു കാട്ടിനകത്തൂടെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോട്ടോ വീഡിയോ എടുക്കാം. പക്ഷേ അത് ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരു ആനിമൽസിൻ്റെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതിനെല്ലാം ചൂഷണം ചെയ്ത് നമ്മളെ വനം വകുപ്പിൻ്റെ നിയമങ്ങളോടാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് 30 വർഷം കൊണ്ട് കൊണ്ടുവന്നൊരു ഫീൽഡിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പാമ്പ് കടി കിട്ടുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് പാമ്പ് കടി കൂടുന്നു, മരണം കൂടുന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എനിക്ക് വിഷമം തോന്നുന്നു. ഒരു 1000കണക്കിന് പാമ്പുള്ള സ്ഥലം, ഇപ്പോഴും പാമ്പുള്ള സ്ഥലമാണ്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാറക്കെട്ടിനകത്തൊക്കെ പാമ്പുണ്ടാവും. ശ്രദ്ധിച്ചാൽ ചൂടാണ്. അപ്പോൾ അവർക്ക് അവിടെ ഇരിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. നമുക്കൊരു പ്രശ്നമില്ല. അവരുടെ സ്ഥലമല്ലേ, ഇവിടെ നിന്ന് എന്തിനാണ് പിടിക്കുന്നത്? ഇപ്പോൾ കാട്ടിനകത്തൊക്കെ പോയി പാമ്പിനെ പിടിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു രാജവമ്പല ഒരു വനം വകുപ്പിൻ്റെ ലേഡി പിടിക്കുന്നുണ്ടായിരുന്നു. അത് വനത്തിനകത്തുനിന്നാണ് പിടിക്കുന്നത്. വനത്തിനകത്തുനിന്ന് പിടിക്കേണ്ട കാര്യം എന്തിനാണ്? എനിക്ക് അവിടെ ചോദിക്കുന്നത്. വനത്തിനുള്ളിൽ നിന്ന് പേപ്പർ എന്നത് വനത്തിനകത്തുനിന്ന് പിടിച്ചു. എന്താ അതിൻ്റെ ആവശ്യം? എന്താ എനിക്ക് അവിടെ ചോദിക്കുന്നത്. വനത്തിനകത്തുനിന്ന്, ആളില്ലാത്ത സ്ഥലം, അവിടെ ഒരു എന്താ പറയുക ഓലി, വെള്ളം ഒലിച്ച് പോകുന്നൊരു ഓലി, അതിൽ നിന്ന് പാമ്പിനെ പിടിക്കേണ്ട കാര്യമാണ്. അത് ഒരാഴ്ചക്ക് മുന്നേ 2 ആഴ്ചക്ക് മുന്നേ വേറൊരു അറാട്ടി പിടിച്ച് കൊണ്ട് തുറന്നു വിട്ട പാമ്പാണ്. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? അപ്പോൾ ഇതിനൊക്കെയാണ് ഞാൻ എതിര് പറയുന്നത്. ഇതൊക്കെ ഞാൻ എതിർത്തിപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേന്ദ്രം വരുന്നാലും ശരി, സംസ്ഥാനം വരുന്നാലും ഒരു ഭരണപക്ഷം ഉണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാകും. ഞാൻ അതുകൊണ്ട് ഇത് എതിർത്തു. എന്നാലും ചെയ്തു വരുന്ന സംരംഭങ്ങൾ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ എല്ലാവരും പറയും പാവ സുരക്ഷ എന്തുകൊണ്ട് കൈകൊണ്ട് പാമ്പിനെ പിടിക്കുന്നു. എനിക്ക് കൂടിക്കാൻ പറ്റില്ല. എനിക്കത് ആരുടെയെങ്കിലും പറയാം, നിങ്ങളെത്തിയാൽ മാത്രമാണ് ഞാൻ വെറുതെ ഉണ്ടോ, എനിക്കൊന്നും പിടിക്കാൻ പറ്റില്ല. ഇതാണ്, എനിക്കൊരു സാധനം പിടിക്കാൻ പറ്റില്ല. കണ്ടോ, ഇത് കണ്ടോ,
എനിക്ക് ഒരു സാധനം പിടിക്കാൻ പറ്റില്ല. ഇതാരുടെങ്കിലും പറഞ്ഞ് മനസ്സിലായി. എനിക്ക് പാഠം പറയേണ്ട കാര്യമില്ല എന്നാൽ ഞാൻ വേണ്ട. എനിക്ക് ഒരു സാധനം പിടിക്കും. അങ്ങനെ ഞാൻ ഒരു ഹൂക്ക് പിടിക്കുന്ന അടുത്ത് എനിക്ക് കടി കിട്ടുന്നത് നെഞ്ചിലായിരിക്കും, അല്ലെങ്കിൽ നെറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എനിക്ക് കടി കിട്ടും. ഇത് വേണ്ട, ഒന്നും ആരോടും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വേണ്ട, എനിക്ക് മടങ്ങത്തില്ല. ഇത്രയേ ഉള്ളൂ. ഇത് വേണ്ട, ഇതിന് സ്വാധീനമില്ല. ഇത് വേണ്ട, ഈ വിരലുകളൊന്നും മടങ്ങത്തില്ല. ഇതിനെന്തോ എങ്ങനെ പിടിക്കാൻ പറ്റും? എനിക്ക് അതിനേക്കാൾ നല്ല സേഫ് കൈയാണ്. എപ്പോഴും പാമ്പിനെ പിടിക്കാൻ സേഫ് ഈ മാരകായുധങ്ങളെക്കാളും നല്ലത് കൈ തന്നെയാണ്. ഞാൻ ഇത്രയും വർഷം പാമ്പിനെ പിടിക്കുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നില്ല. എത്ര പേർക്ക് ട്രെയിനിങ് കൊടുത്തു. ലോകമെമ്പാടുള്ള ആൾക്കാരെ ബോധവൽക്കരിക്കുക. എനിക്ക് എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു പ്രോഗ്രാമാണ് സ്നേക്ക് മാസ്റ്റർ എന്നൊരു പ്രോഗ്രാം. ഒരാളും എനിക്ക് ഐഡിയ പറഞ്ഞു തന്നില്ല. പിന്നെ അതിന് ശേഷമാണ് കിഷോർ എന്നുള്ള പ്രൊഡ്യൂസർ വരും. മറ്റെല്ലാം എൻ്റെ തലയിൽ വെച്ച് ഞാൻ പല ചാനൽ വലിയ ഫേമസ് ചാനലുകളുടെ പുറകെയൊക്കെ പോയി നമുക്കിൻ്റെ പ്രോഗ്രാം ചെയ്തുകൂടെ. അപ്പോൾ അവർ പറഞ്ഞ ഒരു 5 എപ്പിസോഡ് എടുത്തുകൊണ്ടാണ് നമുക്കിപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുമോ? ഒരു നിവൃത്തിയില്ലാതെ മേച്ചിരി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ ഈ ചെറുപ്പത്തിനിടയിൽ മേച്ചിരി പണി ചെയ്തു. തെങ്ങ് കയറാൻ പോയി, എന്താ പറയുക, കിണർ വെട്ടാൻ കൂടെ പോയി, പിന്നെ വെണ്ടുവെട്ടാവിടെ പോയി, പിന്നെ പാറ ചുമ്മാനുള്ള ഞാൻ ഒരു സമയം വേണം അന്വേഷിക്കും. എൻ്റെ നാട്ടിൽ തന്നെ രാത്രി പോലും ഞാൻ ജോലി ചെയ്യാതിരിക്കത്തില്ല. ഞാനൊരു വീട് അന്ന് എനിക്ക് കൂടുതലും പഞ്ചായത്തിൻ്റെ കെട്ടിടപ്പണികളാണ് ഞാൻ എടുക്കുന്നത്, കുറഞ്ഞ റേറ്റിന് എടുത്തിട്ട് പകൽ വീട്ടിൻ്റെ കെട്ടുപണി ചെയ്യും. രാത്രിയാകുമ്പോൾ അവർക്ക് ഒരു വഴി കാണത്തില്ല, കുറച്ച് ദൂരെ നിന്ന് പാറയൊക്കെ ചുമ്മിക്കൊണ്ട് ഇതൊക്കെ ഞാൻ കൊട്ടേഷൻ എടുത്തിട്ട് ഞാൻ ആളുകൾ നിർത്തി ഞാൻ ചുമ്മിക്കൊണ്ടുവരും രാത്രി. എന്നിട്ട് രാവിലെ പോയിട്ട് ഒന്ന് പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് വീണ്ടും ആ വീട്ടിൽ ജോലിക്ക് പോകും. ഇങ്ങനെ ഞാൻ ഒരു സമയം പാഴാക്കാറുണ്ട്. എനിക്ക് ജോലിക്ക് ഒരു മടിയില്ല. എന്ത് ജോലി ഞാൻ ട്രെയിനേജ് വരാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ ഫേമസ് ആയതിനു ശേഷം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. നമ്മുടെ കൊല്ലം ജില്ലയിൽ നിലമേൽ ജംഗ്ഷനിൽ നിന്ന് ചടയമംഗലത്തേക്ക് പോകുമ്പോൾ വലത് സൈഡിലെ രാജ് ഹോട്ടൽ, വലത് സൈഡിലെ രാജ് ഹോട്ടൽ, മറ്റേ ഇൻ്റർനാഷണൽ രാജ് ഹോട്ടലല്ല, വലത് സൈഡിലെ രാജ് ഹോട്ടലിൽ ട്രെയിനേജ് വരാൻ ഞാൻ ഈ ഒരു 4 വർഷങ്ങൾക്ക് ഞാൻ ട്രെയിനേജ് വരാൻ പോയി. എനിക്ക് ഒരു പണിക്ക് ഒരു മടിയില്ല. ഇപ്പോൾ തട്ടുകടയിൽ നിൽക്കുന്നു, തട്ടുകട നടത്തുന്നു, ഞാനവിടെ എന്തെല്ലാം ജോലി ചെയ്യുന്നു, ഞാൻ വേസ്റ്റ് എടുക്കുന്നു, അഴുക്ക് പറക്കുന്നു, എല്ലാം എനിക്ക് ഒരു മടി ഒന്നിനോടില്ല. എനിക്കിപ്പോൾ എന്താ പറയുക, എൻ്റെ അതിഥികളെ പിടികൂടി ഞാൻ ഇത്രയും വർഷം എന്നെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ 90% ഞാൻ സേവ് ചെയ്ത് മാത്രമല്ല, ഞാൻ പാമ്പിനെ സേവ് ചെയ്തു എന്നുള്ള ചിന്ത എനിക്കില്ല, ജനങ്ങളെ സേവ് ചെയ്തു. കാരണം ഈ പാവപ്പെട്ട പാമ്പുകളെ ഇവിടെ കിടന്ന് ജീവിക്കേണ്ട മനുഷ്യവാസം ഇല്ലാത്ത പറമ്പുകളിലെങ്കിലും കിടക്കുന്ന അതിഥികളെ എന്നെക്കൊണ്ട് ഇപ്പോൾ ആളുകൾ പിടിപ്പിച്ച് കാട്ടിക്കൊണ്ട് വിടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര ആനകളെ ഈ അടുത്ത കാലത്ത് പിടിച്ചു? ഏതെങ്കിലും ഒന്ന് ജീവിച്ചിരിപ്പുണ്ടോ? എത്ര കടുവകളെ പിടിച്ചു? എത്ര എണ്ണം ജീവിച്ചിരിപ്പുണ്ട്? ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും കണക്കുള്ളത് പറയാൻ പറ്റും? ഒരു കണക്കുമില്ല, ഒരു വിവരാവകാശമില്ല, ഒന്നുമില്ല. ചുമ്മാ ഒരു രാവിലെ വന്നിരുന്ന ഇവിടെ കേരളത്തിൽ പാമ്പ് കടി കുറഞ്ഞിരിക്കുന്നു, ഇവിടെ പാമ്പുകളില്ല, ഇവിടെ മരണമില്ല. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് തള്ളി വെക്കുന്നത്. ഇതിനൊക്കെയാണ് ഞാൻ എതിർക്കുന്നത്. അങ്ങനെ മനസ്സറിഞ്ഞ് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. മനസ്സാ വാച അറിയാതെ ഒരുപാട് പഴികൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇഷ്ടംപോലെ അല്ലേ? ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം സുരേഷേട്ടൻ്റെ ലൈഫിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ സുരേഷേട്ടൻ വിചാരിക്കുന്നതിനെക്കാട്ടിലും എന്താ പറയുക, കുറേ മനസ്സിൽ വിഷമങ്ങളെല്ലാം ഉണ്ടല്ലേ. ഇനിയെങ്കിലും മുന്നോട്ടുള്ള വർഷങ്ങളിൽ വിഷമങ്ങളൊന്നും തന്നെ ഇല്ലാണ്ട് സന്തോഷത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് സുരേഷേട്ടാ. ഈ ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.